അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. IT-യുമായി ബന്ധപ്പെട്ട് ഉള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും ക്യാമറ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്യാമറ ഉള്ള ഫോണാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് സ്മാർട്ട് ക്യാമറ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ രൂപത്തിലുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളൊരു ഫോട്ടോ എടുത്താൽ ഫോട്ടോ എടുക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. മറിച്ച് നമ്മൾ എടുക്കുന്ന ഫോട്ടോ എന്താണ് എന്ന് തിരിച്ചറിയുന്ന രൂപത്തിലുള്ളൊരു സെറ്റിങ്സ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ ലെൻസ് എന്നുള്ള ആപ്ലിക്കേഷനാണ് ഇത്. നമുക്ക് നമ്മുടെ ഫോണിൽ സാധാരണഗതിയിൽ മിക്ക ഫോണിലും ഡീഫോൾട്ടായിക്കൊണ്ട് തന്നെ ഗൂഗിൾ ലെൻസ് ഉണ്ടാവാറുണ്ട്. ഇല്ലാത്ത ആളുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോയി അവിടെ ഗൂഗിൾ ലെൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആകും. അങ്ങനെ ഗൂഗിൾ ലെൻസിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാമറയുടെ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും. ക്യാമറ സെർച്ച് വിത്ത് യുവർ ക്യാമറ എന്നുള്ള ഓപ്ഷനാണ് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ താഴെയായി കുറേ ഓപ്ഷൻസ് ഉണ്ട്. ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ്, സെർച്ച്, ഹോംവർക്ക്, ഷോപ്പിംഗ് തുടങ്ങിയ ഓപ്ഷൻസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ നമുക്ക് ക്യാമറ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ താഴെയായി സ്ക്രീൻഷോട്ട്സ്, ഇമേജസ് എന്ന് കാണാം. നമ്മൾ ക്യാമറ ഉപയോഗിക്കാത്തൊരു ഇതിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തതിൽ നിന്നോ ഇമേജിൽ നിന്നോ നമുക്ക് ചില വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് ഒരു ചെടിയുടെ ചിത്രം എടുക്കാനാണെങ്കിൽ അത് ഏത് ചെടിയാണ് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് വിത്ത് യുവർ ക്യാമറ എന്നുള്ള ഓപ്ഷൻ നോക്കിക്കൊണ്ട് ആ ചെടിയുടെ നേരെ നമുക്കിങ്ങനെ ക്യാമറ പിടിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരുന്ന ഏതെങ്കിലും ചെടിയാണ്, പക്ഷേ അതിൻ്റെ പേരറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ക്യാമറ ആ ചെടിയുടെ നേരെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ചെടിയുടെ നേരെ പിടിച്ച് ആ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഏതാണ് എന്ന് ഗൂഗിൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു രൂപം ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ഏത് വസ്തുവിലേക്ക് പിടിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള സജഷൻസ് ഗൂഗിൾ നമുക്ക് തരും. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത്രത്തോളം കൃത്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ കുറച്ചുകൂടി വ്യക്തമാകുന്ന രൂപത്തിൽ ഉള്ള ഇമേജ് എടുക്കുമ്പോൾ, കുറച്ചുകൂടി ഫെമിലിയറായ വസ്തുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നല്ല റിസൾട്ട് ഗൂഗിളിൽ നിന്ന് ലഭിക്കും. ഉദാഹരണമായിക്കൊണ്ട് ഈ ഒരു പേന സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ചുകൂടി ഒരു കൃത്യത വരാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അവിടെ കാണുന്ന സെർച്ച് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടൈം എടുക്കും. റിസൾട്ട് വരാനുള്ള കുറച്ച് സമയം അത് കാത്തിരിക്കും. എന്നിട്ട് ആ പേനയുടെ ഭാഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടി കുറച്ചുകൂടി വലുതാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭാഗം അത് സെർച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം അവിടെ ഈ പേന ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പേന വാങ്ങാനുള്ള ലിങ്കുകളും അവിടെ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് പല വസ്തുക്കളെയും ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഏതാണ് ബ്രാൻഡ് എന്നോ ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ രൂപത്തിൽ ഉള്ള ഒരു ഓപ്ഷനാണ് സെർച്ച് ഓപ്ഷൻ. ഇനി ഇതേ കൊണ്ട് തന്നെ നമുക്ക് ലൈവായിട്ടുള്ള ട്രാൻസ്ലേഷൻ ചെയ്യാനും വേണ്ടിയിട്ടും സാധിക്കും. ഉദാഹരണമായിക്കൊണ്ട് നമ്മളൊരു വസ്തു എടുക്കുകയാണ്. അതിലെഴുതിയ വാക്ക് അത് വേറൊരു ഭാഷയിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ടിഷ്യൂ പേപ്പറിലെ ഫേഷ്യൽ ടിഷ്യൂസ് എന്നുള്ള ഭാഗം അത് നമുക്ക് വേറൊരു ലാംഗ്വേജിൽ എങ്ങനെ പറയുമെന്ന് നോക്കണം. ഇവിടെ താഴെയായിക്കൊണ്ട് സെർച്ചിൻ്റെ അപ്പുറത്ത് ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്നുണ്ട്. അത് കണ്ടെത്തി വേറൊരു ഭാഷയിലേക്ക് നമുക്കാക്കണം. ഇവിടെ ഹിന്ദി എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തിന് നേരെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഫേഷ്യൽ ടിഷ്യൂസ് എന്ന് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് അവിടെ
ഹിന്ദിയിലേക്ക് ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ബോർഡുകൾ കാണുമ്പോൾ ആ ബോർഡിൽ എഴുതിയത് എന്താണ്, അതേപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കന്നഡയിലോ തമിഴിലോ എഴുതിയ ബോർഡാണെങ്കിൽ ഇത് ലേഡീസ് സീറ്റ് ആണോ എന്നറിയാൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഗൾഫ് നാടുകളിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഭാഷകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. അതേപോലെ തന്നെ ചില ടീഷർട്ടുകളിൽ എഴുതിയിരിക്കുന്ന ഭാഷകൾ ചിലപ്പോൾ ചൈനീസ് ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്നറിയാതെ നമുക്ക് ആ ടീഷർട്ട് എടുക്കാൻ തോന്നാറില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതെന്താണ് എഴുതിയത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗൂഗിൾ ലെൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഷോപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ഇതേ രൂപത്തിൽ നമ്മൾ ഒരു കാര്യം എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ, ഒരു ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് എവിടെ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കും എന്നുള്ള രൂപത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ പ്ലേസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൈനിങ് എന്നുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഗൂഗിൾ ലെൻസിൽ ഉണ്ട്. അത് നമ്മുടെ ക്യാമറ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ ലെൻസിൽ ഡയറക്റ്റായിട്ട് സെർച്ച് വിത്ത് ക്യാമറ എന്ന ഓപ്ഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഉദാഹരണമായിക്കൊണ്ട് എന്തെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തൊരു സാധനമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ, ചെടികളെക്കുറിച്ചും അതേപോലെ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമായ രൂപത്തിൽ ഈ ചെടി ഏതാണെന്നും ഈ മൃഗം ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഗൂഗിൾ ലെൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ IT വിശേഷങ്ങളുമായി IT ജാലകത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.